ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് ജയം. ഇന്ന് നടന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇന്റർ മിലാനെ ലിവർപൂൾ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത ഒരു ഗോളിലാണ് ലിവർപൂളിന്റെ ജയം. ബാഴ്സ ഫ്രാങ്ക്ഫർട്ടിനെ 1-2 ഗോളിന് തകർത്തു. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബാഴ്സയുടെ തിരിച്ചുവരവ്. ടോട്ടനവും അത്ലറ്റിക്കോ മാഡ്രിഡും ജയിച്ചപ്പോൾ 1-2 ഗോളിന് ചെൽസി അറ്റ്ലാന്റയോട് പരാജയപ്പെട്ടു. മേജർ ലീഗ് സോക്കറിൽ ഈ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർ താരം ലിയോണൽ മെസ്സി. തുടർച്ചയായ 2ാം സീസണിലാണ് മെസ്സി പുരസ്കാരം സ്വന്തമാക്കുന്നത്. MLS ചരിത്രത്തിൽ തുടർച്ചയായി 2 തവണ പുരസ്കാരം നേടുന്ന ആദ്യ താരമായി മാറി മെസ്സി. 70.4% വോട്ടുകൾ നേടിയാണ് താരം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്റർ മയാമിയുടെ ആദ്യ MLS കപ്പാണ് മെസ്സിയുടെ നേതൃത്വത്തിൽ നേടിയത്. ഫിഫ അറബ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ദിനം നടക്കുന്ന ക്വാർട്ടറിൽ മൊറോക്കോ സിറിയയെയും സൗദി അറേബ്യ പലസ്തീനെയും നേരിടും. വെള്ളിയാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ ജോർദാൻ ഇറാഖും അൾജീരിയയ്ക്ക് UAEയുമാണ് എതിരാളികൾ. ISL പ്രതിസന്ധി തുടരുന്നതിനിടെ പുതിയ ഹോം ജേഴ്സി പുറത്തിറക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പുതിയ കിറ്റ് ക്ലബ്ബ് പുറത്തിറക്കിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ നിറത്തിൽ തന്നെയാണ് പുതിയ ജേഴ്സി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടീമിന്റെ എവേ ജേഴ്സിയും 3ാം ജേഴ്സിയും നേരത്തെ പുറത്തിറക്കിയിരുന്നു. സൗഹൃദ മത്സരത്തിനായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. അൽ വഖ്തയാണ് അൽ നസറിന്റെ എതിരാളികൾ. സൗദി പ്രോ ലീഗിലെ ബ്രേക്കിനിടയിലാണ് UAE ക്ലബ്ബുമായി സൗഹൃദ മത്സരത്തിന് ഒരുങ്ങുന്നത്. അബുദാബിയിൽ രാത്രി 9-നാണ് മത്സരം.